Hello everyone, welcome to Franklin's lectures. So, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസിലെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ്. സോ നമുക്ക് നോക്കാം ഈ പേപ്പറിൽ, ദാറ്റ് ഈസ് ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസിൽ എന്തൊക്കെയാണുള്ളത്. സോ കോഴ്സ് ഡീറ്റെയിൽസ് കൂടെ പോകുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എന്താണ്, കോഴ്സ് കോഡ് ഉണ്ട്. കോഴ്സ് കോഡ് GAPHT 121. ദെൻ മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനും ആൻഡ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനും ആയിട്ടാണ്. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് ആയിട്ട് 40 മാർക്സും ദെൻ എൻഡ് സെമസ്റ്റർ എക്സാമിന് 60 മാർക്സും. ദെൻ ക്രെഡിറ്റ് ഈ പേപ്പറിന് വരുന്നത് 4 ആണ് ക്രെഡിറ്റ്. ദെൻ എക്സാം അവേഴ്സ് ആസ് യു നോ, നിങ്ങൾ കെമിസ്ട്രി ഫസ്റ്റ് സെമസ്റ്ററിൽ എഴുതിയതായിരിക്കും. സോ എക്സാം അവേഴ്സ് 2 hours 30 minutes ആണ്. ആൻഡ് പ്രീ റിക്വസിറ്റ്സ് ആയിട്ട് നിനക്ക് ഇതിന് മുന്നേ അറിയേണ്ടതാണ് ബേസിക് പ്ലസ് ടുത്തെ, വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ച് ഫിസിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. സോ പ്രീ റിക്വസിറ്റ്സ് ആർ ബേസിക്കലി നൺ. ദെൻ കോഴ്സ് ടൈപ്പ് പറഞ്ഞാൽ തിയറി പ്ലസ് ലാബ് ആയിരിക്കും. നിങ്ങൾക്ക് ലാബ് വരുന്നത് ഇന്റേണൽ ഇവാലുവേഷന്റെ ഭാഗമായിട്ടാണ്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ ഭാഗമായിട്ടല്ല. സോ ഓക്കെ, സോ തിയറി പ്ലസ് ലാബ് ആയിരിക്കും ഈ കോഴ്സ് ടൈപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കോഴ്സ് ഡീറ്റെയിൽസ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു എങ്ങനെയാണ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിലും അതേപോലെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനിലും ബ്രേക്ക് ഡൗൺ വരുന്നതിൽ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ. സോ ടോട്ടൽ നമ്മൾ പറഞ്ഞു എത്രയാണ്, 40 മാർക്സ് ആണ്. സോ ദാറ്റ്സ് ഓക്കെ. സോ ഹൗ ഡസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ? ഫസ്റ്റ് നമുക്കറിയാം എന്താണ്, അറ്റൻഡൻസിന് 5 മാർക്കുണ്ട്. സോ അറ്റൻഡൻസിന് 5 മാർക്ക്. ദെൻ കണ്ടിന്യൂസ് അസസ്മെന്റിൽ നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റ്സ്, സെമിനാർസ്, അതൊക്കെ കൂടി കൂട്ടിങ്ങാണ്ടുള്ള മാർക്സ് ആയിരിക്കും. സോ കണ്ടിന്യൂസ് അസസ്മെന്റ് 10 മാർക്സ്. ദെൻ ഇന്റേണൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സീരീസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 2 റിട്ടൺ എക്സാമിനേഷൻസും 1 ലാബ് എക്സാമിനേഷൻ. സോ ഇന്റേണൽ എക്സാമിനേഷൻ 1 will be written which will be of 10 marks. Similarly internal examination 2 return ആയിരിക്കും, that is also 10 marks. Then നിങ്ങൾക്ക് തേർഡ് ഇന്റേണൽ എക്സാമിനേഷൻ ലാബ് എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുക, ആൻഡ് ദാറ്റ് വിൽ ബി ഓഫ് 5 marks. സോ അങ്ങനെയാണ് എന്ത് ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ ടോട്ടൽ 40 മാർക്സിന്റെ ബ്രേക്ക് ഡൗൺ വരുന്നത്. അറ്റൻഡൻസ് 5, കണ്ടിന്യൂസ് അസസ്മെന്റ് 10, then 2 internal examinations, that is 10 which is written, then lab examination which is 5. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. Then end semester examination വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും, ബട്ട് ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. ദാറ്റ് ഈസ് വി ഹാവ് 2 parts, that is part A and part B. പാർട്ട് എയിൽ നമുക്ക് എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം, ആൻഡ് പാർട്ട് ബിയിൽ നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. സോ അങ്ങനെയാണ് ഉള്ളത്. അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ആൻസർ ചെയ്യണം. അങ്ങനെയാണ് എന്ത് റൂൾസ്. സോ അതിൽ തന്നെ നമ്മളെന്താണ് പാർട്ട് എയിൽ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, പാർട്ട് എയിൽ 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. സോ നമുക്ക് 4 മൊഡ്യൂളാണുള്ളത്. സോ 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. സോ ടോട്ടൽ ഓഫ് 8 questions, ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ക്യാരി 3 marks. 3 മാർക്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും ഉണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും, 8 into 3 24 മാർക്സ് ആയിരിക്കും പാർട്ട് എയിൽ ഉണ്ടാവുക. ഓക്കെ, ദെൻ പാർട്ട് ബിയിൽ വരുമ്പോൾ എന്താണ്, നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 9 മാർക്സ് ഉണ്ട്. സോ നമ്മൾ പറഞ്ഞ മാതിരി ഓരോ മൊഡ്യൂളിലും 2 questions തന്നിട്ടുണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതേണ്ടത്. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ് ടു 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് എ മാക്സിമം നമ്പർ ഓഫ് 3 സബ് ക്വസ്റ്റ്യൻസ്. സോ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് ഓരോ സെക്ഷനിലും 9 മാർക്സ് മാക്സിമം. സോ 9 into 4 modules. Since we have 4 modules, 9 into 4 is 36. So 36 plus 24 നമുക്ക് ടോട്ടൽ വരുന്നത് എത്രയാണ്, 60 ആണ്. സോ ഇങ്ങനെയാണ് എന്ത് എൻഡ് സെമസ്റ്ററിന്റെ ബ്രേക്ക് ഡൗൺ, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ ബ്രേക്ക് ഡൗൺ. സോ പാർട്ട് എ നമുക്ക് എല്ലാവരും എഴുതണം. ഓരോ മൊഡ്യൂളിലും 2 questions ഉണ്ടാവും. ദെൻ പാർട്ട് ബിയിൽ എന്താണ് ഓരോ മൊഡ്യൂളും സെക്ഷൻ ആയിട്ട് ഉണ്ടാവും. അതിൽ തന്നെ എന്താണ് നമുക്ക് 2 questions ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്ന്. സോ അതിൽ ഒരു ക്വസ്റ്റ്യന് 9 മാർക്സ്, ആൻഡ് ഇറ്റ് ക്യാൻ ഹാവ് എ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് 3, maximum 3. സോ 9 മാർക്സ് ആയിരിക്കും അതിന് മാക്സിമം കിട്ടും. സോ 9 into 4 36, and 36 plus 24 we get 60. ഓക്കെ, സോ അങ്ങനെയാണ് എന്ത് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ ബ്രേക്ക് ഡൗൺ വരുന്നത്. സോ നമുക്കിനി എന്താണ് സിലബസിലേക്ക് മൂവ് ചെയ്യാം. സോ സിലബസ് ആസ് വി നോ 4 modules ആണല്ലോ. സോ ഫസ്റ്റ് മൊഡ്യൂൾ വി ഹാവ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമുക്ക് പറയാനുള്ളത് എന്തൊക്കെ, ലൈക്ക് കണ്ടക്ടിവിറ്റി ബേസിക്കലി മെറ്റൽസ് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ദെൻ വി ടോക്ക് അബൌട്ട് സൂപ്പർ കണ്ടക്ടൻസ്. സോ നമുക്ക് നോക്കി നോക്കാം. സോ വി ഹാവ് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി. നമുക്ക് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി പറയാനുള്ളത്. ദാറ്റ് ഈസ് ബേസിക്കലി എങ്ങനെയാണ് മെറ്റൽസിൽ ഇലക്ട്രോൺസും ലൈക്ക് കറണ്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ വിത്ത് കണക്ഷൻ ടു ദാറ്റ് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഇൻ മെറ്റൽസ് നമ്മൾ പഠിക്കും. അതിൽ തന്നെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ എങ്ങനെയാണ് ഫെർമി ഫംഗ്ഷൻ, വേരിയേഷൻ ഓഫ് ഫെർമി ഫംഗ്ഷൻ വിത്ത് ടെമ്പറേച്ചർ, ദെൻ വി ടോക്ക് അബൌട്ട് ഫെർമി എനർജി,
similarly energy bands. Then നമ്മൾ എന്താണ് classification, നമ്മൾ already അറിയുന്ന classification, but we discussed some new parameters with according to that. So classification of materials to conductors, semiconductors and insulators. So അതാണ് like ഇതിന്റെ സബ് പാർട്ട് ആയി വരുന്നത്. Then second അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂപ്പർ കണ്ടക്ടിവിറ്റിനെ പറ്റിയാണ്. സോ സൂപ്പർ കണ്ടക്ടിവിറ്റി നമ്മൾ പഠിക്കും. Then transition temperature, critical field, Meissner effect, അതിലെ കുറച്ച് എക്സാം ലൈക്ക് എക്സ്ട്രാ ലൈക്ക് പാരാമീറ്റേഴ്സ് ബേസിക്കലി Meissner effect ബേസിക്കലി എക്സാം പാരാമീറ്റേഴ്സ് ആണ്. Then നമ്മൾ ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് വരും, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. Then BCS തിയറി, സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു തിയറിയാണ് BCS തിയറി. Then ലാസ്റ്റ്ലി നമ്മൾ അപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കും. സോ അതാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. സോ ബേസിക്കലി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ നമുക്ക് എന്താണ് കണ്ടക്ടിവിറ്റി ഇൻ മെറ്റൽസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ. ദെൻ സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ പഠിക്കുന്നത്. ദെൻ മൊഡ്യൂൾ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് നല്ല രസം, നല്ല ഇൻട്രസ്റ്റിംഗ് മൊഡ്യൂളാണ്. സോ പറയുകയാണെങ്കിൽ പക്ക പുതിയ കാര്യങ്ങളായിരിക്കും. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. ഫോർ എക്സാമ്പിൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹൈസൻബർഗിന്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. പക്ഷേ in crux we have like this is new but it's very interesting. So അതിലെന്താണ് നമ്മളൊന്ന് ഇൻട്രൊഡക്ഷൻ കൊടുക്കും, എന്താണ് എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതാക്കും. ആൻഡ് കോൺസെപ്റ്റ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് കോൺജുഗേറ്റ് ഒബ്സർവേബിൾസ് നമ്മൾ പഠിക്കും. ദെൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പഠിക്കാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഫോർമുല, ദാറ്റ്സ് ഓൾ. വി ഡോണ്ട് ഹാവ് ടു സ്റ്റഡി ദ ഡെറിവേഷൻ. ദെൻ അപ്ലിക്കേഷൻ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷൻ. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് അപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇലക്ട്രോൺ വരാത്തത് എന്നുള്ളത്. സോ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആൻഡ് നാച്ചുറൽ ലൈൻ ബ്രോഡനിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അപ്ലിക്കേഷൻസ് ആയി പഠിക്കാനുള്ളത്. ദെൻ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കും. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു വേവ് ഫംഗ്ഷന്റെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ പറയുമ്പോൾ എന്താ നോർമൽ എന്താണ് മെക്കാനിക്സിൽ നമ്മൾ എന്താണ് ഒരു പൊസിഷനും ടൈം വെച്ച് ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇവിടെ വേവ് ഫംഗ്ഷൻ വെച്ച് കാണാൻ ചെയ്യുക. വേവ് ഫംഗ്ഷൻ ഇസ് ഓൾസോ ഡിഫൈൻഡ് ഉണ്ട്, ബട്ട് വേവ് ഫംഗ്ഷൻ ആണ് എന്തൊരു ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം. സോ വേവ് ഫംഗ്ഷൻ നമ്മൾ പറയും, അതിന്റെ പ്രോപ്പർട്ടീസ്. ദെൻ അതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് പറയും. സോ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷനെ പറ്റി പഠിക്കും. ദെൻ Schrödinger equation, നമുക്ക് Schrödinger's cat പറ്റിയൊക്കെ അറിയാം. സോ Schrödinger's equation ആണ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അതിന്റെ ടൈം ഡിപ്പെൻഡന്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡന്റ് Schrödinger equation നമുക്ക് പഠിക്കാണ്ട്. സോ ഫോർമുലേഷൻ, അതിന്റെ ഡെറിവേഷൻ പഠിക്കാണ്ട്. സോ ഫോർമുലേഷൻ ഓഫ് ടൈം ഡിപ്പെൻഡന്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡന്റ് Schrödinger equation, നല്ല ഇൻട്രസ്റ്റിംഗ് ഡെറിവേഷൻ ആണ്. ഇറ്റ് വിൽ ബി ഫൺ. ദെൻ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷനൽ ബോക്സ്. ദെൻ അത് നമുക്ക് Schrödinger equationന്റെ ഇക്വേഷൻ വെച്ചിങ്ങാണ് നമ്മൾ വേറെ പാർട്ടിക്കുലർ എങ്ങനെയാണ് വൺ ഡയമെൻഷണൽ ബോക്സിൽ ബിഹേവ് ചെയ്യാന്നുള്ളതിന്റെ ബേസിലാണ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് എനർജി ഐക്കൺ വാല്യൂസ് ഡിറൈവ് ചെയ്യണം ആൻഡ് നോർമലൈസ് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതും ഒക്കെ ഒരു ഡെറിവേഷൻ ആണ്. ദെൻ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ക്വാണ്ടം മെക്കാനിക്കലിന് ഡെറിവേഷൻ ഇല്ല, പക്ഷെ എന്താണ് കോൺസെപ്റ്റ് അറിയണം. സോ ഇതാണ് എന്ത് ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 2ലും മൊഡ്യൂൾ 1ലും നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. കുറച്ച് ഫോർ എക്സാമ്പിൾ മൊഡ്യൂൾ 1ന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ഫീൽഡ്, അതിന്റെ കാര്യങ്ങളൊക്കെ ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് ന്യൂമറിക്കൽസ് വരാറുണ്ട്. ദെൻ ക്വാണ്ടം മെക്കാനിക്സിൽ നോക്കുകയാണെങ്കിൽ ബേസിക് നമ്മളുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അങ്ങനത്തെ ഒക്കെ വെച്ചെങ്ങാണ്ടും വരാറുണ്ട്. അല്ലാതെ നമുക്ക് എന്താണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ലൈക്ക് ഇമ്പോർട്ടൻറ്റ് Schrödinger equation വെച്ചെങ്ങാണ്ടൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ചോദിക്കില്ല. പക്ഷേ എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് ന്യൂമറിക്കൽസ് ചോദിക്കാം. ലൈക്ക് 3 മാർക്സിനൊക്കെ വെദർ ഇറ്റ് ഈസ് ഇൻ പാർട്ട് എ ഓർ പാർട്ട് ബി ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ ഇസ് സെമികണ്ടക്ടർ ഫിസിക്സ്. സോ സെമികണ്ടക്ടർ ഫിസിക്സിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് സെമികണ്ടക്ടേഴ്സ് അല്ലേ നമുക്കറിയാം. ഓൾറെഡി ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. സോ അതിൽ നമ്മൾ ഇൻട്രിൻസിക്കിനെ പറ്റി പഠിക്കും. ആൻഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലും അതേപോലെ ഹോൾസ് valence band density, അതിന്റെ ഡെറിവേഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ആസ് വെൽ ആസ് ഡെൻസിറ്റി ഓഫ് ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ്. ഇത് രണ്ടും നമ്മൾ പഠിക്കും. ദെൻ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ, ഓൾസോ വേരിയേഷൻ ഓഫ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ വിത്ത് ടെമ്പറേച്ചറിന്റെ അനുസരിച്ച് എങ്ങനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ കാരിയർ കോൺസെൻട്രേഷൻ മാറുക എന്നുള്ളത് നമ്മൾ പഠിക്കും. ദെൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ പറ്റി പഠിക്കും. സോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും ആണ് ബേസിക്കലി ആ മൊഡ്യൂളിൽ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നത്. ദെൻ we move on to the application or അത് രണ്ടും നമ്മളെ കൂട്ടിയിട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി ഇത് +2 കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ബാക്കി. സോ എന്താണ് നമ്മൾ PN ജംഗ്ഷനെ പറ്റി പറ്റും, എങ്ങനെയാണ് P ടൈപ്പ് ആൻഡ് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കൂട്ടിക്കാണ്ട് PN ജംഗ്ഷൻസ് ഉണ്ടാവുന്നത്.
സോ അതിൽ തന്നെ ഫെർമി ലെവൽ നമ്മൾ ഓൾറെഡി ഇന്നലെ മൊഡ്യൂൾ 1 പറയുന്നു. സോ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എങ്ങനെയാണ് ഫെർമി ലെവൽ വരുന്നത്? സോ ഫെർമി ലെവൽ ഇൻ സെമി കണ്ടക്ടേഴ്സ് അത് ഇൻട്രിൻസിക്കലും എക്സ്ട്രിൻസിക്കലും നമ്മൾ ആവശ്യമുണ്ട്. ദെൻ എനർജി ബാൻഡ് ഡയഗ്രാം നമ്മൾ പഠിക്കും BN ജംഗ്ഷന്റെ. ദെൻ ക്വാളിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ചാർജ് ഫ്ലോ അക്രോസ് പി ജംഗ്ഷന് എങ്ങനെയാണ് ചാർജ് ഫ്ലോ വരുന്നത് എന്ന് പഠിക്കും. അതിൽ തന്നെ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും പഠിക്കും. സോ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ് ബേസ്ഡ് PN ജംഗ്ഷൻ നമ്മൾ പഠിക്കും. ദെൻ നമ്മൾ എന്താണ് ഒരു ഡെറിവേഷൻ ആയിട്ട് ഡയോഡ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഡയോഡ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ന്യൂമറിക്കൽസ് ഇക്വേഷൻ ലൈക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കുറച്ചൊക്കെ വരാറുണ്ട്. പക്ഷേ ആ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മൾ IV ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും എന്തിൻ്റെ PN ജംഗ്ഷൻ്റെ. ഇതൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. ബട്ട് കുറേ പുതിയ കാര്യങ്ങളും പഠിക്കും. ബട്ട് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് it is going to be interesting for you also. So ഇങ്ങനെയാണ് എന്ത് നമ്മളുടെ തേർഡ് മൊഡ്യൂൾ വരുന്നത്. സോ തേർഡ് മൊഡ്യൂൾ നമുക്ക് സെമി കണ്ടക്ടർ ഫിസിക്സ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ ഇതിനെ കണക്ട് ചെയ്ത് കണ്ട് തന്നെയാണ്. ദാറ്റ് ഈസ് സെമി കണ്ടക്ടർ ഡിവൈസസ്. സോ സെമി കണ്ടക്ടർ ഡിവൈസസിൽ നമുക്ക് എന്തൊക്കെ വരുന്നത്? സെമി കണ്ടക്ടർ ഡിവൈസ് ആയിട്ട് റെക്ടിഫയേഴ്സ് വരുന്നുണ്ട്. എന്താണ് റെക്ടിഫയേഴ്സ്? ദെൻ അതിൽ തന്നെ 2 ടൈപ്പാണ്, ഫുൾ വേവും ഹാഫ് വേവും. ദെൻ ഫുൾ വേവിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. എന്താണ് സെന്റർ ടാപ്പും ബ്രിഡ്ജും, അങ്ങനത്തെ 2 റെക്ടിഫയേഴ്സ് ആണുള്ളത്. സോ ഫുൾ വേവ് ഹാഫ് വേവ് റെക്ടിഫയേഴ്സ്. ദെൻ വി ഹാവ് സെനർ ഡയോഡ് വിച്ച് അതിന്റെ VA ക്യാരക്ടറിസ്റ്റിക്സ്. സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസിൽ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡാണ്. അതിനെ പറ്റി പറയും. അതേപോലെ തന്നെ നമ്മൾ ടണൽ ഡയോഡിനെ പറ്റി പറയും. സോ അതിന്റെ VA ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫിഗർ ബേസ്ഡ് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ നമ്മൾ ഫിഗറും ഡയഗ്രാം വെച്ചിങ്ങാണ്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ വർക്കിംഗ് എല്ലാം നമുക്ക് ശരിക്കും മനസ്സിലാവും. അത്ര എന്താ പറയുക, നമുക്ക് ബൈ ഹാർട്ട് ആക്കാനോ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ഫിഗറും അതിന്റെ VA ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫൊക്കെ പഠിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ തന്നെ നല്ലോണം സുഖമായിട്ട് ഇതാക്കാൻ പറ്റും. ദെൻ നമ്മൾ എന്താണ് സെമി കണ്ടക്ടർ ലേസറിനെ പറ്റി പഠിക്കും. സെമി കണ്ടക്ടർ ലേസർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ഓൾസോ അത് ഇതിന്റെ കണക്റ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. കാരണം അതിന്റെ വർക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനൊരു എന്താ പറയുക, സെമി കണ്ടക്ടർ ലേസറിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ഇലക്ട്രിക്കൽ എന്ന് വെച്ചാൽ നേരെ ലൈറ്റ്. സോ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്, അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിത് സുഖമായിട്ട് വരും. ഓക്കെ, ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസ് ഇതാണ് ഫോർത്ത് മൊഡ്യൂളിന്റെ പാർട്ട് 1 ആയിട്ട് വരുന്നത്. ദെൻ നമ്മൾ എന്താണ് ഫോട്ടോണിക് ഡിവൈസസിനെ പറ്റി പഠിക്കും. അതിന്റെ ക്വാളിറ്റേറ്റീവ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ എന്താണ് ഫോട്ടോണിക് ഡിവൈസസ് കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറയുള്ളൂ. ദെൻ വി ഹാവ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ഉണ്ട് പഠിക്കാൻ. ദാറ്റ് ഈസ് ജംഗ്ഷൻ ആൻഡ് PIN ഫോട്ടോ ഡയോഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ജംഗ്ഷൻ ഫോട്ടോ ഡയോഡും അതേപോലെ PIN ഫോട്ടോ ഡയോഡ്സും ആണ് പഠിക്കാനുള്ളത്. ദെൻ നമ്മൾ സോളാർ സെൽസിനെ പഠിക്കും. സോളാർ സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈക്ക് സോളാർ പാനൽസിന്റെ സോളാർ സെൽസ്, അതിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സ്. സോ സോളാർ സെൽസ് ബേസിക്കലി എന്താണ് ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന അങ്ങനത്തെ ലൈക്ക് എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ സോളാർ സെൽസ് ആയിട്ട് പറഞ്ഞത്. ദെൻ അതിന്റെ എഫിഷ്യൻസി പഠിക്കും. ദെൻ സ്ട്രിങ്ങിങ് ഓഫ് സോളാർ സെൽസ് ടു സോളാർ പാനൽസ്. അപ്പോൾ അതിന്റെ ഒരു എന്താണ് മെക്കാനിസമാണ് നമ്മൾ ശരിക്കും സ്ട്രിങ്ങിങ് ഓഫ് സോളാർ സെൽസ് ടു സോളാർ പാനൽസ് പഠിക്കുന്നത്. ദെൻ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED പറ്റി പഠിക്കും. LED is basically a diode. So LED പറ്റി പഠിക്കും. ദെൻ അപ്ലിക്കേഷൻസ് ഓഫ് ദീസ് തിങ്സ്. സോ ഇതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. സോ ഓക്കെ, നിങ്ങൾ മൊഡ്യൂളിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി. പക്ഷേ നമ്മൾ എഞ്ചിനീയേഴ്സ് ആണ്. നമുക്ക് എന്താണ് ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? നമുക്ക് ഇതിന്റെ കീ അപ്ലിക്കേഷൻസ് നമ്മുടെ ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ഫിസിക്സിലെ ബേസിക് കാര്യങ്ങൾ എന്തിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കണം, നല്ലതല്ലേ? സോ അത് നമുക്ക് ഓരോ മൊഡ്യൂളിൽ എന്തിനൊക്കെയാണ് നമ്മളത് ആപ്ലിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് നോക്കാം. സോ അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ബേസിൽ നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഫസ്റ്റ് വരുന്ന MRI മെഷീൻസ് എന്താണ് ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറിന്റെ MRI മെഷീൻസ് നമുക്ക് മെഡിക്കൽ ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂളാണ്. ദെൻ മാഗ്ലെവ് ട്രെയിൻസ് പറഞ്ഞാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻസ്, അതായത് ഹൈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻസിനെ നമ്മൾ മാഗ്നറ്റിക് ലെവിറ്റേഷൻ വെച്ചിങ്ങാണ്ട് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് കണ്ടക്ടിവിറ്റിയിൽ പവർ ലോസ് ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളുണ്ട്. സോ ഇറ്റ്സ് വെരി ലൈക്ക് ആപ്ലിക്കബിൾ ആൻഡ് വെരി റെലവെന്റ് ഇൻ അവർ കറന്റ് വേൾഡ് ബിക്കോസ് വി നീഡ് മോർ ലൈക്ക് ഹൈ സ്പീഡ് ആൻഡ് ട്രാൻസിറ്റ് റൈറ്റ്. സോ ദാറ്റ്സ് വൈ. ദെൻ ഹൈ സ്പീഡ് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ ലൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ പവർ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ലോസ് ഇല്ലാതെ നടക്കുന്നത്, അത് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. ദെൻ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ് നമ്മൾ അതിനെ പറ്റിയൊക്കെ പഠിക്കും. കാരണം സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റി പഠിക്കേണ്ടത്. സോ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ് നമ്മൾ പാർട്ടിക്കൽ ആക്സിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ LHC നമ്മുടെ സ്റ്റേണിലൊക്കെ ഉള്ള വലിയ കൊളൈഡേഴ്സിലൊക്കെ നമ്മൾ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഉണ്ട് പാർട്ടിക്കൽ ആക്സിലേറ്റേഴ്സിൽ. ദെൻ ക്വാണ്ടം മെക്കാനിക്സ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ട് ഒരു മൈക്രോസ്കോപ്പ്, ദാറ്റ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് നമുക്ക് നാനോ സ്കെയിലും അതിലും താഴെയുള്ള സ്കെയിലൊക്കെ നമുക്ക് ക്ലിയർ
ഇമേജസ് കിട്ടാൻ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പാണ് എന്ത് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. ദെൻ വി ഹാവ് സെമികണ്ടക്ടർ ഡിവൈസസ്. പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്താണ് നമ്മൾ ഈവൻ സൂപ്പർ കണ്ടക്ടേഴ്സിനെ കാട്ടി കൂടുതൽ എന്താണ് ഫാസ്റ്ററിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ്സ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇറ്റ്സ് വെരി അപ്പ് ആൻഡ് കമ്മിങ് ഫീൽഡ്. പിന്നെ നമുക്ക് വരുന്നത് എന്താണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, NMR. എന്താണ് അത്? സത്യം പറഞ്ഞാൽ MRIന്റെ ഒരു ബേസിക് റൂൾ ഇതാണ്. ലൈക്ക് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ MRIന്റെ ഓപ്പറേഷൻ നടക്കുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് വെച്ചാണ്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ മൊഡ്യൂൾ 3 വരുമ്പോൾ നമുക്ക് എന്താണ് സെമി കണ്ടക്ടർ ഫിസിക്സ്. അതിൽ ഓൾറെഡി നമുക്കറിയാം എന്താണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ബേസ് ആയിട്ട്. സോ നമുക്ക് ഓൾറെഡി ഫെമിലിയർ, ലാബിലൊക്കെ ഫെമിലിയർ ഡയോഡ്, ട്രാൻസിസ്റ്റർ, അതേപോലെ IC സർക്യൂട്ട്സ്, നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ദെൻ സെൻസേഴ്സ്, പിന്നെ LED ലൈറ്റ്, ഓൾറെഡി LED ലൈറ്റ്സ് ആൻഡ് ഫോട്ടോ വോൾട്ടേക് സിസ്റ്റം. ഫോട്ടോ വോൾട്ടേക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി എന്താണ് ഇലക്ട്രിക്കൽ എനർജി ആയി കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ഫോട്ടോ വോൾട്ടേക് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ മൊഡ്യൂൾ 4 വരുമ്പോൾ നമുക്ക് എന്താണ് കീ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, ദാറ്റ് ഈസ് പവർ സപ്ലൈ. എങ്ങനെയാണ് പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കുന്നുണ്ട് സിവിലൈസേഴ്സ് ആയിട്ട്. അതിൽ തന്നെ വോൾട്ടേജ് റെഗുലേഷൻ, നമ്മൾ റെക്ടിഫയർ ഒക്കെ എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ ഒക്കെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കും. ദെൻ ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡിവൈസസ്, അതേപോലെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ലേസറിനെ പറ്റി പഠിക്കുന്നത്. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ലേസറിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, നമ്മൾ പിൻ ഡയോഡും ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഫോട്ടോ ഡയോഡ് അതിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ സോളാർ പാനൽസ്, നമ്മൾ സോളാർ പാനൽസിനെ പറ്റി, സോളാർ സെൽസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ദെൻ സ്ട്രിങ്ങിങ് ഓഫ് സോളാർ സെൽസ് ഇൻറ്റു സോളാർ പാനൽസ് പഠിക്കുന്നുണ്ട്. സോ സോളാർ പാനൽസ് ഒക്കെ കീ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്. ദെൻ ഡിസ്പ്ലേ ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ പെടും. സോ ഇതാണ് എന്ത് നമ്മളിപ്പോൾ പഠിക്കുന്ന മൊഡ്യൂൾസിന്റെ കീ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. സോ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നത് ഇതിനൊക്കെ എന്താണ് അപ്ലൈ ചെയ്യാനാണ് എന്നുള്ളത് എന്താ പറയുക അറിയുക. ഓക്കെ, സോ ദാറ്റ് വാട്ട് ഇറ്റ് മേക്സ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്താണ് നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് പഠിക്കുമ്പോഴാണ്. ഓക്കെ സോ നമ്മളിത് എന്തൊക്കെയാണ് പറഞ്ഞു? നമ്മൾ ഒരു ഇൻട്രോ ആണ് തന്നത് ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസിലെ നമ്മുടെ കോഴ്സ് കോഡ് GA-PhD 121. ആൻഡ് അതിൽ നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ഇന്റേണൽ വാല്യുവേഷൻ എങ്ങനെയാണ് വരുന്നത് പറഞ്ഞു, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എങ്ങനെയാണ് വരുന്നത് പറഞ്ഞു, ഓരോ മൊഡ്യൂളിലെ സിലബസ് ഡിസ്കസ് ചെയ്തു, ആൻഡ് കീ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ആൻഡ് ബൈ ഫ്രം ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്.